നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ വേഗത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കങ്ങളിലേക്ക് SIT. കടകംപള്ളിയെയും PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്യും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ഡി മണിയെയും കൂട്ടാളികളെയും വീണ്ടും ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കടുത്ത വിമർശനമുയർത്തി CPI പ്രവർത്തന റിപ്പോർട്ട്. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെ. പരാമർശം സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ. LDFനെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ ശക്തമായ വിമർശനം നിലനിൽക്കുന്നുവെന്നും CPI റിപ്പോർട്ട്. മഹാരാഷ്ട്രയിൽ ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ മലയാളി വൈദികനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് പോലീസ്. ബനോഡ പോലീസ് അറസ്റ്റ് ചെയ്തത് നാഗ്പൂർ മിഷനിലെ ഫാദർ സുധീറിനെയും ഭാര്യ ജാസ്മിനെയും. നടപടി നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചു. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് രാത്രി വരെ നട അടയ്ക്കുന്നത് വരെ ദർശനം നടത്തിയത് 57,000-ലധികം പേർ. ഇന്ന് 80,000-ലധികം പേർ ദർശനത്തിന് എത്തുമെന്ന് കണക്കുകൂട്ടൽ. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം വൈകിട്ട്. ചടങ്ങുകൾ തിരുവനന്തപുരത്തെ വീട്ടുവളപ്പിൽ. മൃതദേഹം മുടവൻ മുകളിലെ വസതിയിലെത്തിച്ചത് പുലർച്ചെ. ആലപ്പുഴ മുഹമ്മ പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ. CPO സന്തോഷ് കുമാറാണ് മരിച്ചത്. മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 മലയാളി ഓഫ് ദി ഇയർ 2025 പുരസ്കാര വിതരണം ഇന്ന് തിരുവനന്തപുരത്ത്. മലയാളി ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശശി തരൂർ MP. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം. ആദ്യം പുതുവർഷം പിറക്കുന്നത് പസഫിക്കിലെ കിരിബാത്തി ദ്വീപിൽ. രാജ്യത്തെ ആഘോഷ കേന്ദ്രങ്ങളിൽ പ്രത്യേക ക്രമീകരണം. ആഘോഷത്തിനൊരുങ്ങി കേരളവും. കൊച്ചിൻ കാർണിവലിന് ഒരുക്കങ്ങൾ പൂർണ്ണം. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് CPI. സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം. LDFനെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ ശക്തമായ വിമർശനം നിലനിൽക്കുന്നുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ, ശബരിമല വിഷയം, ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനകൾ എന്നിവ പരാജയ കാരണമായെന്നും CPI റിപ്പോർട്ടിൽ പറയുന്നു. CPI റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ വലിയ തരത്തിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ അത് നേരെ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ്. നേരത്തെ വന്ന CPM റിപ്പോർട്ടിലും ഇതുപോലെ തന്നെയായിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഒരു വലിയ വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. ഭരണവിരുദ്ധ വികാരത്തിന് കാരണം മുഖ്യമന്ത്രിയുടെ ചില തീരുമാനങ്ങളാണ്. എല്ലാ തീരുമാനങ്ങളും മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂനപക്ഷ ഏകീകരണം, ശബരിമല വിഷയം, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനകൾ എന്നിവയൊക്കെ പരാജയത്തിന് കാരണമായെന്നാണ് CPI റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി എന്തായിരിക്കും ഇതിലുണ്ടാകുന്ന മറ്റു രാഷ്ട്രീയ നീക്കങ്ങൾ എന്നതൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. LDFനെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനം നിലനിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് CPIയുടെ. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു വിമർശനം മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിക്കുക തന്നെയാണ് CPIയുടെ റിപ്പോർട്ടിൽ ചെയ്യുന്നത്. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്നാണ് CPI പറയുന്നത്. സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലായിരുന്നു ഈ പരാമർശം വന്നത്. LDFനെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ ശക്തമായ വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഇതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തെളിഞ്ഞത്. വോട്ട് ചെയ്യുമെന്ന് കരുതിയ വിവിധ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്തില്ല എന്നൊരാരോപണവും CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, എതിരായി വോട്ട് ചെയ്തിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെയായത് എന്ന തരത്തിലുള്ള ഒരു വിമർശനവും CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ, ശബരിമല വിഷയം, ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനകൾ എന്നിവയൊക്കെ പരാജയത്തിന് കാരണമായെന്ന് CPI പറയുന്നു. മുഖ്യമന്ത്രിക്കുള്ള ജനവികാരവും മുഖ്യമന്ത്രിക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവികാരമാണ് എന്നും തുറന്നടിക്കുകയാണ് CPI.
ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള എതിർപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണമായെന്ന വിമർശനവും CPI ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ കുറ്റപ്പെടുത്തലുണ്ടായത്. ശബരിമല തിരിച്ചടിയായെന്നും PM ശ്രീയിൽ ഒപ്പിട്ടത് വിനയായെന്നും ഒക്കെയാണ് പറയുന്നത്. ഇതുതന്നെയായിരുന്നു CPM-ന്റെയും തെരഞ്ഞെടുപ്പ് തോൽവിയിലുണ്ടായ കണ്ടെത്തലുകളിൽ പറഞ്ഞത്. ശബരിമല വിഷയവും PM ശ്രീയിൽ ഒപ്പിട്ടതും ഒക്കെ വലിയ തരത്തിലുള്ള തിരിച്ചടിയായി എന്നൊക്കെ വ്യക്തമാക്കിയിരുന്നു അന്നും. ചില കാര്യങ്ങളിലുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ അത് ജനങ്ങളിൽ സംശയമുണ്ടാക്കി, വലിയ തരത്തിലുള്ള ജനവിരുദ്ധ വികാരമുണ്ടാകാനുള്ള കാരണമുണ്ടായി എന്നൊക്കെയുള്ള കണ്ടെത്തലുകളുണ്ടായി. വെള്ളാപ്പള്ളിയോടുള്ള ആഭിമുഖ്യവും ജനങ്ങൾക്കിടയിൽ സംശയമുണ്ടാക്കുന്നതിന് കാരണമായി. വെള്ളാപ്പള്ളിയെ തുടർച്ചയായി ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അത് ശരിയല്ല എന്ന തരത്തിലും CPI ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് CPI ഇപ്പോൾ ആരോപിക്കുന്നത്. ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഫലമെതിരായത് ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവാണെന്നാണ് CPI പറയുന്നത്. ശബരിമല സ്വർണ്ണക്കേസിൽ ജനങ്ങളുടെ സംശയം ദൂരീകരിക്കാനായില്ല. DV അരുൺ ചേരുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, CPIയുടെ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെയാണ്. തുടക്കത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾക്കെതിരായി ഒന്നും പറയാതിരുന്ന CPM-ഉം CPI-യും ഒക്കെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. അനുശ്രീ, ഒരു തിരുത്തുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നേരത്തെയും CPIയുടെ നേതൃയോഗങ്ങളിലൊക്കെ വലിയ വിമർശനം ഉയർന്നു വരാറുണ്ട്. ആദ്യമായല്ല CPI മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത്. നേരത്തെയും പലപ്പോഴും എല്ലാ നേതൃയോഗങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെയൊക്കെ വലിയ വിമർശനം. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്കും പ്രധാന കാരണമായി CPI ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിക്ക് എതിരായ കാര്യങ്ങൾ തന്നെ. മുഖ്യമന്ത്രി നിലപാടും അതിന്റെ ശൈലിയും ഒക്കെ തന്നെയാണ് തിരിച്ചടിക്ക് കാരണമായെന്ന് CPI വളരെ വ്യക്തമായി തന്നെ നേരത്തെ നേതൃയോഗങ്ങളിൽ ചർച്ചയിൽ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിലും പറയുന്നത്, മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞല്ല റിപ്പോർട്ടിലുള്ളത് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് സ്ഥിരീകരിക്കുകയാണ് CPI. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ വലിയ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നു. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന അഭിപ്രായം ഉയർന്നു. അത് സ്ഥിരീകരിക്കുന്നത് തന്നെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമില്ലെങ്കിൽ പോലും ഈ ഭരണവിരുദ്ധ വികാരം എന്നത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ വച്ചത്. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ്. LDF-നെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തെളിയുന്നത്. വോട്ട് ചെയ്യുമെന്ന് കരുതിയ വിവിധ വിഭാഗങ്ങൾ മുന്നണിക്ക് വോട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, എതിരായി വോട്ട് ചെയ്യുകയും ചെയ്തു. അതാണ് തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമെന്ന് CPI റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ, ശബരിമല വിഷയം, ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനകൾ എന്നിവ കാരണമായി. അത് വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ അത് പരോക്ഷമായി വിമർശിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെയാണ്. വെള്ളാപ്പള്ളി നടേശനാണ് ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയത്. ആ വെള്ളാപ്പള്ളിക്കൊപ്പമാണ് വെള്ളാപ്പള്ളിയാണ് മുഖ്യമന്ത്രി കാറിൽ കയറ്റി ഒപ്പം പോയത്. ആ വിഷയമാണ് അവിടെ CPI ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ, ഈ കാര്യങ്ങളൊക്കെ ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ LDF യോഗത്തിലും സമാനമായ ചർച്ച ഉയർന്നു വന്നുവെന്നും CPIയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട്. LDF സംവിധാനം ഉണ്ടെങ്കിൽ പോലും അത് പേരിന് മാത്രമാണ്. പലയിടത്തും LDF-ന്റെ യോഗങ്ങളൊന്നും ചേരുന്ന സാഹചര്യമില്ല. ജില്ലകളിൽ പ്രത്യേകിച്ച് എല്ലാം ചട്ടപ്പടിയായി മാറുന്നു എന്ന വിമർശനമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുടനെ LDF യോഗം ചേർന്ന് പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിരുന്നു. പാർട്ടികൾ തെരഞ്ഞെടുപ്പ് റിവ്യൂ നടത്തിയതിനു ശേഷം വീണ്ടും ചർച്ച ചെയ്യാമെന്നാണ് മുന്നണി പറഞ്ഞത്. LDF സംസ്ഥാന കമ്മിറ്റി മാത്രമാണ് കൂടുന്നത്. പല ജില്ലകളിലും ഔപചാരിക യോഗങ്ങളാണ് ചേരുന്നത്. മണ്ഡലം പഞ്ചായത്ത് തലത്തിൽ LDF യോഗം ചേരാറില്ല. LDF യോഗങ്ങൾ ചേരാതെ തീരുമാനങ്ങൾ താഴോട്ട് കൊണ്ടുപോകുന്നത് കൂട്ടായ പ്രവർത്തനം പ്രയാസമുണ്ടാക്കുന്നുണ്ട്. LDF-ന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമാകേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പഞ്ചായത്ത് തലത്തിൽ പോയി യോഗം ചെയ്യുന്നത്, അതായത് മുന്നണിയുടെ പ്രവർത്തനവും കാര്യമായി നടക്കുന്നില്ല. സംസ്ഥാന തലത്തിൽ മാത്രമാണ് മുന്നണി എന്നിട്ട് പ്രവർത്തിക്കുന്നതെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും ഭരണവിരുദ്ധ വികാരമില്ല എന്ന് CPM ആവർത്തിച്ചു പറയുമ്പോൾ അങ്ങനെയല്ല, ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുതന്നെയാണ് ന്യൂനപക്ഷം അകന്നു തന്നെയാണ് തിരിച്ചടി കാരണമെന്ന് CPI അവരുടെ റിപ്പോർട്ടിലും വ്യക്തമായി തന്നെ പറയുകയാണ്. അതാണ് അരുൺ, ഭരണവിരുദ്ധ വികാരമില്ല എന്ന് CPM പറയുന്നു. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു വലിയ തോൽവിക്ക് കാരണമായതെന്ന് CPM ആരോപിക്കുമ്പോൾ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അതെങ്ങനെയായിരിക്കും? സ്വാഭാവികമായും മുന്നണിയാണ്, ഈ മുന്നണി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. ഇതൊരു തിരുത്തലിന്റെ ഭാഗമായാണ് CPM ഒക്കെ നേതൃയോഗങ്ങളും അവലോകനങ്ങളും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും
കൂടുതൽ തർക്കങ്ങളിലേക്കൊന്നും പോകാനിടയില്ല. പക്ഷേ അവരുടെ നിലപാട് അവതരിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകും. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം വന്നപ്പോഴും സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം ഇന്നലെ കൌൺസിലിലൊക്കെ പറഞ്ഞത് എന്തു ചെയ്യാനാണ് മുഖ്യമന്ത്രി തിരുത്തേണ്ടത്? ഒന്നുകിൽ മുഖ്യമന്ത്രി തിരുത്തണം, അദ്ദേഹം പാർട്ടി തിരുത്തണം. അതിൽ CPIക്ക് അതിൽ കൂടുതൽ റോളില്ല. CPMന്റെ നേതാവാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയും CPMന്റെ എന്ന നിലയിൽ മുഖ്യമന്ത്രിയാവുന്നയാളാണ്. അതുകൊണ്ട് തന്നെ CPIക്ക് ഒരു കാര്യമായ റോളില്ല. വിമർശനങ്ങൾ പലതും ശരിയെന്ന് പറഞ്ഞുകൊണ്ടാണ് വിനോയ് വിശ്വം മറുപടി പറഞ്ഞത്. പക്ഷേ അതിൽ CPIക്ക് കാര്യമായ ഒന്നും ചെയ്യാനില്ല. മുഖ്യമന്ത്രി ശൈലി തിരുത്തണമെന്ന് പറയുമ്പോൾ അത് തിരുത്തേണ്ടത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ തിരുത്തിക്കേണ്ടത് CPMO ആണ്. CPIക്ക് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന നിലപാടാണ് വിനോയ് വിശ്വം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു പരസ്യ പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലേക്കോ ഒന്നും CPI പോകാനിടയില്ല. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന് വാടക അലവൻസ് ലഭിക്കുന്നുവെന്ന വാദം തെറ്റ്. ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ അലവൻസ് നൽകുന്നില്ലെന്നാണ് വിവരാവകാശ മറുപടി. നിയമസഭാ സെക്രട്ടറിയാണ് മറുപടി നൽകിയത്. മണ്ഡല അലവൻസ് എന്ന നിലയിലാണ് 25,000 രൂപ നൽകുന്നത്. വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ തരം ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. ഈ സ്വകാര്യ വ്യക്തികൾക്ക് വാടക നൽകുന്നതിൽ വൻ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇങ്ങനെ ഒരു വിവരം കൂടി പുറത്തു വരുന്നു. VK പ്രശാന്തിന് ഇത്തരത്തിൽ അലവൻസ് ലഭിക്കുന്നില്ല, അലവൻസ് ഇല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പ്രശാന്തിന് ഒരു വലിയ തിരിച്ചടിയാവുകയല്ലേ ഇത്? അനുശ്രീ, പ്രശാന്തിന് അനുകൂലമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം VK പ്രശാന്ത് 25,000 രൂപയാണ് ഓഫീസ് ചെലവിനടക്കം വാങ്ങുന്നുവെന്ന്, അതായത് ഓഫീസിന്റെ വാടകയ്ക്കടക്കം വാങ്ങുന്നുവെന്ന വിമർശനമാണ് ഈ MLA ഓഫീസ് വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. സ്വാഭാവികമായും അത് BJP കേന്ദ്രങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. 25,000 രൂപ അലവൻസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ നഗരസഭയുടെ കെട്ടിടത്തിൽ ചെറിയ വാടകയ്ക്ക് മാത്രം നൽകി പ്രവർത്തിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഇപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് നൽകുന്ന മറുപടിയിൽ കാര്യങ്ങൾ തിരിച്ചാണ്. VK പ്രശാന്തിന് എന്ന് മാത്രമല്ല MLA മാർക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ അലവൻസ് എന്ന നിലയിൽ ഒന്നും നൽകുന്നില്ല. അത് നിയമസഭ ആ രീതിയിൽ പണം നൽകുന്നില്ല എന്ന മറുപടിയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് നൽകുന്നത്. പകരം 25,000 നൽകുന്നുണ്ട്. അത് മണ്ഡല അലവൻസ് ആണ്. അത് ഈ ഓഫീസ് പ്രവർത്തനത്തിന് മാത്രം ഉപയോഗിക്കേണ്ട തുകയല്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. അതായത് ഇത്രയും നാൾ ഈ BJP കേന്ദ്രങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 25,000 രൂപ വാങ്ങിയിട്ടും എന്തുകൊണ്ട് ഈ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കൌൺസിലർക്ക് പ്രവർത്തിക്കേണ്ട ഓഫീസിൽ MLA ഓഫീസ് ഇട്ടിരിക്കുന്നു എന്ന ചോദ്യത്തിലുള്ള ഒരു മറുപടി എന്ന രീതിയിൽ കൂടിയാണ് അപ്പോൾ CPM കേന്ദ്രങ്ങളിൽ നിന്ന് ഇത്തരമൊരു വിവരാവകാശ രേഖ പുറത്തു വരുന്നത്. നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ മറുപടിയിൽ തന്നെ 25,000 രൂപ MLAക്ക് മണ്ഡലത്തിലെ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ നൽകുന്നില്ല എന്നാണ് നിയമസഭയുടെ മറുപടി. അരുൺ, അതുപോലെ തന്നെ ഈ പ്രശാന്തിന് ഇതില് വാടകക്കൊള്ളയിലെ സമഗ്ര അന്വേഷണത്തിൽ അതിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അതിലെന്തെങ്കിലും തരത്തിലുള്ള പുരോഗതിയുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രശാന്തിന്റെ വാടകയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമല്ല ഇപ്പോൾ കോർപ്പറേഷൻ നടത്തുന്നത്. പകരം കോർപ്പറേഷൻ നടത്തുന്നത് ഈ വാടക കരാറുകളുടെ പേരിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്ന വിവരമാണ് നഗരസഭാ ഭരണത്തിന് ലഭിച്ചിട്ടുള്ളത്. അതായത് ചെറിയ വാടകയ്ക്ക് ആളുകൾ നഗരസഭയുടെ കെട്ടിടങ്ങൾ എടുക്കുകയും അത് മറിച്ച് വലിയ വാടകയ്ക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല പല രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ സംഘടനകളുടെ ഓഫീസുകൾ ഈ നഗരസഭാ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിലതൊക്കെ ബിനാമി പേരുകളിലാണ്. അത്തരം കാര്യങ്ങളിലേക്കാണ് സമഗ്രമായ അന്വേഷണം നഗര സഭാ ഭരണസമിതി നടത്തുന്നത്. അതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൽ ഒരുപക്ഷെ പല പാർട്ടികളുടെയും നേതാക്കളുടെ പേരിലുള്ള കെട്ടിടങ്ങളാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളുടെ പേരിലുള്ള കെട്ടിടങ്ങളാകാം. അത്തരം കാര്യങ്ങളിലേക്കാണ് പരിശോധനയും അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി, വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തിയതോടെ കൂടുതൽ പ്രതിരോധത്തിലായി CPM. കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കണക്കിലെടുത്താണ് ഈ തീരുമാനം. കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. MG മിഥുൻ ചേരുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യാനാണ് SITയുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ അത് CPMന് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയാകും. തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച്
ഈ ഭരണവിരുദ്ധ വികാരമുണ്ടാകാൻ കാരണമായി എന്ന് പറയുമ്പോൾ അതിൽ ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ ഉൾപ്പെടുന്നുകൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ ഒരു തീരുമാനമാകാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ CPM-നെ വലിയ രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുകയാണ്. SITയുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ കണക്കിലെടുത്താണിപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗമായ N. വിജയകുമാറിന്റെ ജാമ്യാപേക്ഷയടക്കം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോഴിതാ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാൻ SIT ഒരുങ്ങുന്നു എന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ നൽകിയ മൊഴിയിൽ SIT തൃപ്തരല്ല, അല്ലെങ്കിൽ ആ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? അങ്ങനെയെങ്കിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ CPM-നെ അത് വലിയ രീതിയിൽ ബാധിക്കുകയല്ലേ ചെയ്യുക? വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും SIT എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, ഡി മണി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദ്യം ചെയ്തിരുന്ന മൊഴിയെടുത്തിരുന്ന ഡി മണി വീണ്ടും അതേ മൊഴി തന്നെ SITക്ക് മുമ്പിൽ ആവർത്തിച്ചിരിക്കുകയാണ്. അതായത് തനിക്ക് ഈ വ്യവസായിയുമായോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ ഒന്നും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് ഡി മണി മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം ഇത് പൂർണ്ണമായി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഡി മണിയെയും ഇയാളുടെ ഒപ്പമുള്ള ആളുകളെയും സുഹൃത്തുക്കളെയും വിശദമായി തന്നെ വീണ്ടും അന്വേഷണ സംഘം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപക്ഷെ അവരെ വീണ്ടും മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അതേസമയം കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ, അതായത് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ഔദ്യോഗികമായി ഒരു തരത്തിലും കൃത്യവിലോപം തന്നെ നടത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തോട് കടകംപള്ളി നേരത്തെ വ്യക്തമാക്കിയത്. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ ദേവസ്വം മന്ത്രിയായിട്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പക്കലേക്ക് ലഭിച്ച ചില തെളിവുകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ നൽകിയിരിക്കുന്ന ചോദ്യം ചെയ്യലിൽ നൽകിയിരിക്കുന്ന മൊഴി വിശദമായി ഒന്നുകൂടി അതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയ ശേഷമാണ് വീണ്ടും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് SIT കടക്കുന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും കേസിന്റെ സമയപരിധി തീരാനുള്ള കാലം അടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിർണായകമായ ഒരു നീക്കവുമായി SIT വീണ്ടും രാഷ്ട്രീയ ഉന്നതരിലേക്ക് എത്താനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ മുഹമ്മ പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ CPO സന്തോഷ് കുമാറാണ് മരിച്ചത്. മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, എന്തായിരുന്നു ഈ ആത്മഹത്യക്ക് പിന്നിൽ? മറ്റ് കൂടുതൽ നടപടികളൊക്കെ പൂർത്തിയായോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ നൈറ്റ് ഡ്യൂട്ടിക്കായി പോയ CPO സന്തോഷ് കുമാറിനെയാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് മുഹമ്മ പോലീസ് സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിലെ ഒരു മുറിയിലായിരുന്നു, ഉപയോഗശൂന്യമായ ഒരു മുറിയിലായിരുന്നു അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്നും മറ്റ് ബന്ധുക്കളിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യ എന്നുള്ളതാണ് ഇപ്പോൾ നാം അറിയാൻ കഴിയുന്നത്. എന്തായാലും തുടർ നടപടികൾക്കായി ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾക്കായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. ശരി, ശരണ്യ സ്നേഹജനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് രാത്രി വരെ നട അടയ്ക്കുന്നതുവരെ 57,000-ലധികം പേർ ദർശനം നടത്തി. ഇന്ന് രാവിലെ 8 മണിവരെ 28,000 തീർത്ഥാടകർ അയ്യനെ തൊഴുതു. 80,000-ലധികം പേർ ഇന്ന് ദർശനത്തിനെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. വലിയ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് പൂജകൾക്കായിട്ട് ഇന്നലെ വൈകുന്നേരമാണ് നട തുറന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ രാത്രി 12 മണി വരെയുള്ള കണക്ക് പ്രകാരം 57,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തി ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയും നട തുറന്നപ്പോൾ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. മിനിറ്റിൽ ഏതാണ്ട് 60-നും 70-നും ഇടയ്ക്ക് തീർത്ഥാടകരെ 18-ാം പടി കയറ്റി വിടുന്നുണ്ട്. പക്ഷേ തീർത്ഥാടകരുടെ വരി, കാത്തു നിൽക്കുന്നവരുടെ നിര, മരക്കൂട്ടവും പിന്നിട്ട് നീണ്ടുകിടക്കുന്ന ഒരു സാഹചര്യമാണ്
നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് ഊഴം വെച്ചാണ് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. കൃത്യമായ ഇടവേളകൾ എടുത്തുകൊണ്ടാണ് തീർത്ഥാടകർ കയറ്റിവിടുന്നത്. സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടാതിരിക്കാൻ ആണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ എത്തുന്നവർക്ക് സുഗമമായിട്ട് ദർശനം നടത്തി മടങ്ങി പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ നടപ്പന്തലിലൊക്കെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നേക്കാം. എന്നിരുന്നാൽ തന്നെയും അവർക്ക് ദർശനം സുഗമമായി നടത്തി പോകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിലും വിർച്വൽ ക്യൂ ബുക്കിങ്ങും സ്പോട്ട് ബുക്കിങ്ങും ഒക്കെ ഏകദേശം 80,000 മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് അധികൃതരുടെ കണക്കൂട്ടൽ. അതൊരു പക്ഷേ 90,000-നടുത്ത് എത്താനുള്ള സാധ്യതയും തള്ളിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ വലിയ മുന്നൊരുക്കങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് സന്നിധാനത്ത് ഇപ്പോഴുള്ളത്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം. ഇന്നലെ ഉച്ചയോടെ എറണാകുളം എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. മൃതദേഹം എറണാകുളത്ത് നിന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തിച്ചു. നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, കൊച്ചി എളമക്കരയിലേതുപോലെയല്ല തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ആ അമ്മ കാലങ്ങളായി താമസിച്ച എല്ലാ ആൾക്കാരെയും പരിചയമുള്ള ഒരിടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേരായിരിക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇപ്പോൾ ആ വീട്ടിലേക്ക് വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അനുശ്രീ, രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. സിനിമാ താരം സുരേഷ് ഗോപി, അതുപോലെ EP ജയരാജൻ, ഷിബു ബേബി ജോൺ, ജഗദീഷ്, അങ്ങനെ നിരവധി സിനിമാ മേഖലയിലെ നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം പൂജപ്പുര മുടവൻമുകളിലെ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നമുക്കറിയാം, ശാന്തകുമാരി അമ്മ അവർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വീടാണ്, താമസിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വീടാണ്. സിനിമാ തിരക്കുകൾ കാരണം മോഹൻലാൽ കൊച്ചിയിലേക്ക് മാറണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലും ശാന്തകുമാരി അമ്മ അതിന് അനുവദിച്ചിരുന്നില്ല. തനിക്ക് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിൽ തന്നെ താമസിക്കണമെന്നുള്ളതായിരുന്നു ശാന്തകുമാരി അമ്മ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് രോഗവും ചികിത്സയ്ക്കുമായി ബന്ധപ്പെട്ട് പിന്നീട് കൊച്ചിയിലെ വീട്ടിലേക്ക് മാറുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ വീട്ടിലേക്ക് ഇപ്പോഴാണ് ശാന്തകുമാരി അമ്മയെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ വീട് മോഹൻലാൽ സിനിമ അഭിനയം തുടങ്ങുന്ന ആദ്യ ചിത്രമായ തിരനോട്ടത്തിൽ ചിത്രീകരണം തുടങ്ങിയ ആദ്യ ചിത്രത്തിൽ ഈ വീടും ചിത്രീകരിച്ചിരുന്നു. അന്ന് മോഹൻലാലിനെ സംബന്ധിച്ച് അഭിനയം ഏറെ താല്പര്യമായിരുന്നെങ്കിലും ശാന്തകുമാരി അമ്മയ്ക്ക് മോഹൻലാൽ അഭിനയിക്കാൻ പോകുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ മകൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി അഭിനയത്തിന് സമ്മതിക്കുകയായിരുന്നു. ഒപ്പം ഈ സിനിമയിൽ ചിത്രീകരിക്കാൻ കൂടി തൻ്റെ മകൻ്റെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊണ്ട് സിനിമയിൽ ഈ വീട് ചിത്രീകരിക്കാൻ കൂടി അമ്മ അന്ന് സമ്മതിച്ചിരുന്നു. അങ്ങനെയാണ് മോഹൻലാലിൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ്റെ സിനിമാ ജീവിതത്തിൽ വലിയ നാഴികക്കല്ലായ അമ്മയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. 90 വയസ്സായിരുന്നു. 12 വർഷമായി പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മോഹൻലാലുമായി സംസാരിക്കുന്നത് കണ്ണുകൾ കൊണ്ടും ആംഗ്യം കാണിച്ചുമൊക്കെയായിരുന്നു. കാരണം അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന സമയത്തടക്കം വലിയ രീതിയിൽ തൻ്റെ സന്തോഷം പങ്കിടാൻ മോഹൻലാൽ അമ്മയ്ക്കൊപ്പം എത്തി. മാത്രമല്ല 89ാം പിറന്നാൾ വലിയ ആഘോഷത്തോടെയാണ് അന്ന് കൊണ്ടാടിയത്. അന്ന് സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം വീട്ടിലെത്തിയിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഉള്ള ആഘോഷങ്ങളെല്ലാം നടത്തി വരുമ്പോഴാണ് ഇപ്പോൾ 2026 പിറക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ആ ദുഃഖവാർത്ത നടൻ മോഹൻലാലിനെ തേടിയെത്തിയത്. നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ നിരവധി ആളുകൾ ഇപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയെ അവസാനമായി കാണാനായി, ഒരു നോക്ക് കാണാനായി തിരുവനന്തപുരത്തെ വീട്ടിൽ എത്തുന്നുണ്ട്. നടൻ സുരേഷ് ഗോപി, പ്രൊഡ്യൂസർ സുരേഷ് കുമാർ, രഞ്ജിത്ത്, പ്രകാശ് വർമ്മ തുടങ്ങി പ്രമുഖരായിട്ടുള്ള ആളുകൾ, ശ്രീകുമാർ മേനോൻ തുടങ്ങി പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇതിനോടകം തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞു. മോഹൻലാലിൻ്റെ അമ്മയെ ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒപ്പം മോഹൻലാലിനെ ആശ്വസിപ്പിക്കാനുമായി ഒപ്പമുള്ള എല്ലാവരും എത്തുന്നുണ്ട്. മാത്രമല്ല മോഹൻലാലിൻ്റെ ആരാധകർ ഈ പൂജപ്പുരയിലെ പണ്ട് തൊട്ട് ശാന്തകുമാരി അമ്മയെ കണ്ട് ഈ വീട്ടിന് തൊട്ട് അയൽപക്കത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ഇവിടെ എത്തുന്നുണ്ട്. അവരെല്ലാം പോകുമ്പോൾ ഈ അമ്മയുമായിട്ടുള്ള ബന്ധം കൂടി പരസ്പരം സംസാരിച്ചുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. പ്രായമുള്ള ആളുകളെല്ലാം അങ്ങനെയാണ് പോകുന്നത്. നിരവധി ആളുകൾ ഈ വീട്ടിൽ മോഹൻലാലിൻ്റെ അമ്മയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. ഈ വീട്ടിന് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ വീടിൻ്റെ പുറകുവശത്താണ് മോഹൻലാലിൻ്റെ അച്ഛനും സഹോദരനും, അതായത് ഈ ശാന്തകുമാരി അമ്മയുടെ ഭർത്താവും മകനും അന്ത്യം ഉറങ്ങുന്നത് ഇവിടെയാണ്. അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ശാന്തകുമാരി അമ്മയ്ക്കും അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക്
മണിക്ക് ഇവിടെ ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മോഹൻലാലായിരിക്കും അന്ത്യകർമ്മങ്ങൾ നടത്തുക. സുചിത്രയും മക്കളുമെല്ലാം ഇവിടെ ഈ വീട്ടിൽ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. വെളുപ്പിന് രാവിലെ തന്നെ നടൻ ജഗദീഷും ഒപ്പം തിരുവനന്തപുരത്ത് മോഹൻലാലിൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ കാലഘട്ടം മുതൽ ഒപ്പമുണ്ടായിരുന്ന നിരവധി ആളുകൾ രാവിലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. അതിൽ പ്രൊഡ്യൂസർ രഞ്ജിത്ത് അടക്കം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്നൊരു മേൽനോട്ടവുമെല്ലാം അവരാണ് നടത്തി വരുന്നത്. അങ്ങനെ മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. വൈകുന്നേരം 4 മണി വരെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുക എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. കാരണം അത്രയും വലിയ പോലീസ് സന്നാഹങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. മന്ത്രി GR അനിൽ നേരത്തെ എത്തി, അതുപോലെ CP ജോൺ എത്തി, EP ജയരാജൻ വന്നു. അങ്ങനെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്, അന്തിമോപചാരം അർപ്പിക്കാനായി. അങ്ങനെ വലിയ രീതിയിൽ ഒരു മോഹൻലാലിൻ്റെ അമ്മ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിൽ അവസാനമായി എത്തുന്നു. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നു എന്നുള്ളതാണ് മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ വാർത്ത. മോഹൻലാൽ ഇടയ്ക്ക് 2 വർഷം മുമ്പ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, തൻ്റെ അമ്മ കുഞ്ഞിലെ തനിക്ക് ഭക്ഷണം തന്നതുപോലെ ഇപ്പോൾ താൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അമ്മയുമായി സംസാരിക്കുമ്പോൾ അമ്മ തൻ്റെ കയ്യിൽ തൊടുമ്പോൾ, അമ്മ താൻ പറയുന്നതിന് തല കുലുക്കുമ്പോൾ അമ്മയ്ക്ക് തന്നോട് എന്താണ് പറയാനുള്ളതെന്ന് തനിക്ക് മനസ്സിലാകും. അങ്ങനെയാണ് തങ്ങളുടെ ആശയവിനിമയം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടക്കുന്നത് എന്ന് നിറ കണ്ണുകളോടെ മോഹൻലാൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ മോഹൻലാലിൻ്റെ അമ്മ, മോഹൻലാലിൻ്റെ കുടുംബത്തിലെ അച്ഛനും സഹോദരനും പോയി അവസാനം ഒപ്പമുണ്ടായിരുന്ന അമ്മയും ഇപ്പോൾ 2025 അവസാനമാകുമ്പോൾ മോഹൻലാലിനെ വിട്ടുപിരിയുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. മോഹൻലാൽ അമ്മയുടെ ചിതയ്ക്കരികിൽ മോഹൻലാലുണ്ട്. അമ്മയുടെ ചിതയ്ക്കരികിൽ മോഹൻലാൽ ഇരിക്കുന്നുണ്ട്. മോഹൻലാലിനൊപ്പം തിരുവനന്തപുരത്തെ വീട്ടിൽ ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുകയാണ്. നിരവധി ആളുകളാണ്, സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളാണിപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനായി തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ അമ്മ ഒരുപാട് കാലം താമസിച്ച ഒരിടമാണ് ആ വീടെന്ന് പറയുന്നത്. ആ ചുറ്റോട് ചുറ്റും പരിചയക്കാരുള്ള, എല്ലാവരോടും സംസാരിക്കുന്ന, എല്ലാവരും എന്നും കണ്ടുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ് ആ അമ്മ. അമ്മ വിട പറയുമ്പോൾ വീട്ടിലേക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി ഒഴുകിയെത്തുന്ന ആളുകൾ നിരവധിയായിരിക്കും. അഭിലാഷ് രാധാകൃഷ്ണനാണ് ഇന്നലെയായിരുന്നു മോഹൻലാലിൻ്റെ അമ്മ മരിക്കുന്നത്. ഉച്ചയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഇന്നലെ വൈകിട്ടോടെയാണ് അമ്മയുടെ മൃതദേഹം തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ വീട്ടിലേക്ക് എത്തിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടിയായിരിക്കും സംസ്കാരമുണ്ടാവുക. മുടവൻമുകളിലെ വീട്ടിൽ ഭർത്താവിനെയും മകനെയും സംസ്കരിച്ച അതേ ഇടത്ത് തന്നെ അവരോട് ചേർന്നായിരിക്കും മോഹൻലാലിൻ്റെ അമ്മയും അന്ത്യവിശ്രമം കൊള്ളുക എന്ന വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, സിനിമാ രംഗത്ത് നിന്നടക്കമുള്ള പ്രമുഖർ, ഒപ്പം സുരേഷ് ഗോപി MP അടക്കം ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ? അനുശ്രീ, സുരേഷ് ഗോപിയും ഭാര്യയും അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരിക്കുകയാണ്. നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക്, മുടവൻമുകളിലെ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, ശാന്തകുമാരി അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീടാണ് ഈ തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്. മോഹൻലാലിന് 3 വയസ്സുള്ളപ്പോഴാണ് വിശ്വനാഥൻ നായർ, മോഹൻലാലിൻ്റെ അച്ഛൻ, ഈ വീടും ഇവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുന്നത്. അന്ന് മുതൽ അവസാനം 12 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ തന്നെയാണ് ശാന്തകുമാരി അമ്മ താമസിച്ചിരുന്നത്. ഒടുവിൽ രോഗശൈലിയിലാവുമ്പോഴാണ്, പക്ഷാഘാതം പിടിപെടുമ്പോഴാണ് പിന്നീട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറുന്നതും. അതും മോഹൻലാലിൻ്റെ നിർബന്ധപ്രകാരം. കാരണം മോഹൻലാലിന് എത്താൻ കഴിയില്ല, കാരണം കൃത്യമായ ചികിത്സ കൊച്ചിയിൽ ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് കൊച്ചിയിലേക്ക് പിന്നീട് താമസം മാറുന്നത്. പക്ഷേ അവസാനം വരെയും ഇവിടെ നിൽക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ആഗ്രഹപ്രകാരം വീണ്ടും തിരുവനന്തപുരത്തെ മുടവൻമുകളിലെ ഈ വീട്ടിലേക്ക് മോഹൻലാൽ അമ്മയെ എത്തിച്ചിരിക്കുന്നു. 90-ാം വയസ്സിൽ
ശാന്തകുമാരി അമ്മ ഈ ലോകത്തോട് വിടം പറഞ്ഞിരിക്കുന്നു. മോഹൻലാലിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമ്മയുടെ രോഗം മൂർച്ഛിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോഹൻലാൽ അമ്മയ്ക്കൊപ്പം തന്നെ കൊച്ചിയിലെ വീട്ടിലുണ്ടായിരുന്നു. അവസാന സമയത്തും നടൻ മോഹൻലാലും ഭാര്യയും എല്ലാം ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളത് അമ്മയെ സംബന്ധിച്ച് ഒരുപക്ഷെ അവസാന സമയങ്ങളിൽ വലിയ ആശ്വാസമായിരുന്നിരിക്കാം. എന്തായാലും ഷിബു ബേബി ജോൺ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിച്ച് തിരിച്ചിറങ്ങുന്നുണ്ട്. അദ്ദേഹം മോഹൻലാലിനെ കണ്ടു ആശ്വസിപ്പിച്ചു. അമ്മയെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഇപ്പോൾ മടങ്ങാനൊരുങ്ങുകയാണ്. അങ്ങനെ ഷിബു ബേബി ജോൺ അടക്കം നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു. മന്ത്രി GR അനിൽ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രകാശ് വർമ്മ, ശ്രീകുമാർ മേനോൻ, അങ്ങനെ നിരവധി രാഷ്ട്രീയ, സാഹിത്യ, കലാമേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ, മഹേഷ് നാരായണൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടെ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. മണിക്കൂറുകൾക്കകം അദ്ദേഹവും അന്തിമോപചാരം അർപ്പിക്കാനെത്തും. അതുപോലെ നിരവധി ആളുകൾ, സിനിമാ മേഖലയിലെ ഒരുപാട് പേർ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പ് ഇവിടെ എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സുരക്ഷാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിരവധി പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. വെളുപ്പിന് 5 മണി മുതൽ തന്നെ മോഹൻലാലിനൊപ്പം ആന്റണി പെരുമ്പാവൂരും സംഘവുമെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ രാവിലെ 6 മണി മുതൽ ആളുകളുടെ പ്രവാഹമാണ് നടക്കുന്നത്. 6 മണി മുതൽ തന്നെ ആളുകൾ എത്തുന്നുണ്ട് അമ്മയെ കാണാനും മോഹൻലാലിനെ ആശ്വസിപ്പിക്കാനും. എന്തായാലും മലയാളത്തിന് ഒരു മഹാനടനെ സമ്മാനിച്ച ഇപ്പോൾ മണിയമ്പിള്ള രാജു ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഉണ്ടായിരുന്നു, മോഹൻലാലിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും തിരുവനന്തപുരത്ത് അദ്ദേഹം മകനുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നു. മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാലിനൊപ്പം സിനിമ അഭിനയ ജീവിതം തുടങ്ങിയ കാലം മുതൽ മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ് മണിയമ്പിള്ള രാജു. അദ്ദേഹവും ഇവിടെ എത്തിയിരിക്കുന്നു. മണിയമ്പിള്ള രാജു അടക്കം MG ശ്രീകുമാർ, മണിയമ്പിള്ള രാജു, ഗണേഷ് കുമാർ, പ്രിയദർശൻ തുടങ്ങിയവരെല്ലാം മോഹൻലാലിൻ്റെ അമ്മയുടെ ആ ഒരു സ്നേഹം തിരിച്ചറിഞ്ഞവരാണ്. മോഹൻലാലിന് വയ്ക്കുന്ന ആഹാരം, മോഹൻലാലിന് വേണ്ടി പാകം ചെയ്യുന്ന ആഹാരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എല്ലാവർക്കുമായി ഒരുപോലെ പങ്കിടുന്ന ഒരു അമ്മയാണ് അവർ ഓർത്തെടുക്കുന്നത്. സ്വന്തം മക്കളെപ്പോലെ തങ്ങളോട് പെരുമാറിയിരുന്നുവെന്നാണ് അവരെല്ലാം പറഞ്ഞത്. MG ശ്രീകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സ്കൂൾ വിട്ട് വരുമ്പോൾ മോഹൻലാലിന് കരുതിയിരിക്കുന്ന ആഹാരം അതേ സ്നേഹത്തോടെ തങ്ങൾക്കും വിളമ്പിയിരുന്ന സ്നേഹം നിറഞ്ഞ അമ്മയാണ്. കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ വിളിക്കുമ്പോഴും പറഞ്ഞിരുന്നു അമ്മയ്ക്ക് തീരെ വയ്യാതെ ആയിട്ടുണ്ടെന്നും ഇപ്പോൾ കൂടെ ഉണ്ടെന്നും മോഹൻലാൽ തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം അമ്മയെ കാണാൻ MG ശ്രീകുമാർ പോകാനിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വിയോഗ വാർത്ത വന്നതെന്നും ഏറെ ദുഃഖിപ്പിക്കുന്നതാണെന്നും MG ശ്രീകുമാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വീട്, ഇപ്പോൾ മുടവൻമുകളുടെ വീട് മോഹൻലാലിൻ്റെ ആദ്യം ചിത്രീകരിച്ച സിനിമയായിട്ടുള്ള തിരുനോട്ടം എന്ന് പറയുന്ന ചിത്രത്തിൽ ഈ വീട് നമുക്ക് കാണാൻ കഴിയും. അന്ന് മോഹൻലാലിന് അഭിനയിക്കാനുള്ള താല്പര്യം വളരെയേറെ ഉണ്ടായിരുന്നെങ്കിലും സിനിമ അഭിനയം മകൻ്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും മകൻ്റെ ആഗ്രഹത്തിന് ഒരിക്കലും അമ്മ എതിര് നിന്നില്ല. അങ്ങനെ മോഹൻലാലിൻ്റെ വളർച്ചയിൽ വലിയ നിർണായകമായ പങ്ക് വഹിച്ച അമ്മയാണ് ഇപ്പോൾ മോഹൻലാലിനെ വിട്ടുപിരിയുന്നത്. 90 വയസ്സായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ മോഹൻലാലിൻ്റെ 50 വർഷത്തോളം കഴിയുന്ന സിനിമാ ജീവിതത്തിൽ ഏറെ നിർണായകമായ പങ്കാണ് അമ്മ വഹിച്ചിരുന്നത്. മാത്രമല്ല മകൻ വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോഴും മകനെ സിനിമയിലെ മറ്റ് മകൻ്റെ കഥാപാത്രത്തെ ഉപദ്രവിക്കുമ്പോഴും അത് വളരെ കണ്ണു നിറഞ്ഞാണ് ആ അമ്മ കണ്ടുകൊണ്ടിരുന്നത്. തന്നെ മകനെ ഉപദ്രവിക്കുന്നത് കാണാൻ തനിക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ് അമ്മ ഇപ്പോഴും പറയുന്നത്. അത്രയും വാത്സല്യം നിറഞ്ഞ ഒരു അമ്മയായിരുന്നു. മാത്രമല്ല മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായി അഭിനയിച്ചത് സങ്കടപ്പെടുത്തിയെങ്കിലും പക്ഷേ അതിൽ അഭിനയം വളരെ മികച്ചതായിരുന്നു എന്നൊരു പ്രതികരണം മുമ്പ് ഈ അമ്മ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നതാണ്. അങ്ങനെ ഈ അമ്മയുടെയും മകൻ്റെയും ബന്ധം വളരെ ഊഷ്മളമായിരുന്നു എന്നായിരുന്നു. മാത്രമല്ല അമ്മയ്ക്ക് വലിയ രീതിയിൽ ഈ അടുത്ത കാലത്ത് പോലും ഈ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച സമയത്ത് അമ്മയ്ക്ക് ആ ഒരു സന്തോഷം അമ്മയെ നേരിട്ട് വന്ന് അറിയിക്കാനും പങ്കിടാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. അതായത് തൻ്റെ കുടുംബത്തിൽ തനിക്ക് ഇനി ബാക്കിയുള്ളത് തൻ്റെ അച്ഛനും അമ്മയും സഹോദരനും, അതിൽ അമ്മ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ അമ്മയ്ക്ക് മുന്നിൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരം ആ സ്നേഹം പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, ആ സന്തോഷം പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷമെന്നായിരുന്നു മോഹൻലാൽ കഴിഞ്ഞ ഈ പുരസ്കാരം ലഭിച്ച സമയത്ത് പറഞ്ഞിരുന്നത്. ആ ഒരു സന്തോഷമെല്ലാം മങ്ങിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2025 അവസാനിക്കുമ്പോൾ മോഹൻലാലിന് അമ്മയെ കൂടി നഷ്ടമായിരിക്കുന്നു. അമ്മയും അച്ഛനും സഹോദരനും
തീർത്ഥാടനം ഇനി ഈ പൂജപ്പുര മുടവൻമുകളിലെ ആ വീട്ടിൻ്റെ പിന്നിൽ അന്തിയുറങ്ങും. അച്ഛൻ്റെയും സഹോദരൻ്റെയും ശവസംസ്കാരം നടന്ന സ്ഥലത്തിന് അതിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ അമ്മയുടെയും ശവസംസ്കാരം നടക്കാൻ പോകുന്നത്. എന്തായാലും മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാലിനെ കുട്ടിക്കാലം മുതൽ അറിയുന്ന കൂടെ ഒപ്പമുള്ളവർക്ക് സുചിത്രയെ സംബന്ധിച്ചെല്ലാം ഏറെ ദുഃഖകരമായ ഒരു ദിവസമാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് കൊച്ചിയിലെ വസതിയിൽ വെച്ച് മോഹൻലാലിൻ്റെ അമ്മയുടെ ശാന്തകുമാരി അമ്മയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. വലിയ ദുഃഖത്തോടെയാണ് ആ മരണവിവരം എല്ലാവരും അറിഞ്ഞത്. രോഗശയ്യയിലായിരുന്നെങ്കിലും മരണം ഒരു അപ്രതീക്ഷിതമായ വീട്ടിൽ ഇപ്പോൾ മോഹൻലാലിന്റെ അമ്മയുടെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം 4 മണിക്കായിരിക്കും സംസ്കാരമുണ്ടാവുക. മുടവൻമുകളിലെ വീട്ടിൽ തന്നെയായിരിക്കും സംസ്കാരം നടക്കുക. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആധുനിക രാഷ്ട്രനിർമ്മിതിയിൽ ശിവഗിരി തീർത്ഥാടനത്തിന്റെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സമ്മേളനം. ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിശിഷ്ടാതിഥിയായിരിക്കും. വി അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുശ്രീ, ഇന്നലെയാണ് ശിവഗിരി തീർത്ഥാടനം തുടക്കമായത്. ഇന്ന് തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. അതിനു മുമ്പ് മുഖ്യമന്ത്രി ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരു പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. അവിടെ നിന്ന് ആകും അദ്ദേഹം ഇവിടേക്ക് വരിക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ ഇവിടെ പങ്കെടുക്കുന്ന പ്രധാനി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. 2 മുഖ്യമന്ത്രിമാരും ഒരുമിച്ച് വേദി പങ്കിടും. നമുക്കറിയാം, ഈ സമീപകാല വിവാദങ്ങളൊക്കെ കർണാടകയിൽ വീടുകൾ ബുൾഡോസർ രാജ് ആരോപണവുമായി CPM രംഗത്ത് വന്നിരുന്നു. പാവപ്പെട്ടവരുടെ നിർധനരുടെ വീടുകൾ, കുടിലുകൾ ഇടിച്ചു നിരത്തിയ സംഭവമുണ്ട്. അത് ഉത്തർപ്രദേശിലും മറ്റുമുള്ളതുപോലെ അതിന് സമാനമായ ബുൾഡോസർ രാജാണ് കർണാടകയിൽ നടക്കുന്നതെന്ന ആരോപണമാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ മറ്റ് പ്രധാനപ്പെട്ട ഇടത് നേതാക്കളും ഒക്കെ പങ്കുവച്ചത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സിദ്ധരാമയ്യ സർക്കാരിനും DK ശിവകുമാറിനും അതുപോലെ കോൺഗ്രസിനെതിരെയും ഒക്കെ രൂക്ഷ വിമർശനം ഉന്നയിച്ച CPM രംഗത്ത് വന്നിരുന്നു. അതിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി DK ശിവകുമാറും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കർണാടകയുടെ കാര്യങ്ങൾ കർണാടക സർക്കാർ നോക്കും, പിണറായി വിജയൻ ഇടപെടേണ്ടെന്ന മറുപടിയാണ് DK ശിവകുമാർ അതിന് നൽകിയത്. അതിനുശേഷം 2 മുഖ്യമന്ത്രിമാരും ഒരുമിച്ച് അതും കേരളത്തിൽ വേദി പങ്കെടുക്കുന്നതാണ് ഈ സമ്മേളനത്തിൽ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. എന്താണ് നേതാക്കൾക്ക് സ്വാഭാവികമായും ഇത് അത്തരം ഒരു വേദിയല്ല, രാഷ്ട്രീയ വിവാദങ്ങൾ പറയാനുള്ള വേദിയല്ല, ശിവഗിരി തീർത്ഥാടന സമ്മേളനമാണ്. എങ്കിലും 2 നേതാക്കളും ഒരുമിച്ച് വേദിയിലെത്തുമ്പോൾ, ഒരേ വേദി പങ്കിടുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം നാരായണ ഗുരു പ്രതിമയിൽ പുഷ്പാർച്ചയ്ക്ക് ശേഷം ഈ വേദിയിലേക്ക് എത്തും. സിദ്ധരാമയ്യയും എത്തും. കോൺഗ്രസ് നേതാവ് മോഹനൻ, ACC ജനറൽ സെക്രട്ടറി മോഹൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന മന്ത്രി, ദേവസ്വം മന്ത്രി VN വാസവനുണ്ട്. എല്ലാ BJP നേതാവ് ശോഭാ സുരേന്ദ്രനുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ്. എല്ലാ വർഷവും മുഖ്യമന്ത്രിമാരാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ ഭക്തജന തിരക്ക് ഇവിടെയുണ്ട്. ശിവഗിരി പ്രദേശം മുഴുവൻ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഓഡിറ്റോറിയത്തിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഏതായാലും 2 മുഖ്യമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒരുമിച്ച് വേദി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സിദ്ധരാമയ്യ അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്യും. അല്പസമയത്തിനകം ഈ തീർത്ഥാടന മഹാസമ്മേളനത്തിലെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. 2 മുഖ്യമന്ത്രിമാരും അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. അനുശ്രീ. ശരി, വി അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഉദ്ഘാടന സമയത്ത് ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട്. മറ്റു വാർത്തയിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ, മഹാരാഷ്ട്രയിൽ ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ മലയാളി വൈദികനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് പോലീസ്. നാഗ്പൂർ മിഷനിലെ ഫാദർ സുധീർ, ഭാര്യ ജാസ്മിൻ എന്നിവരെയാണ് ബനോഡ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചാണ് അറസ്റ്റെന്നാണ് വിവരം. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഈ അറസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടോ? ഇവർക്ക് ജാമ്യം ലഭിച്ചോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ?
അനുശ്രീ, ഇന്നലെയാണ് ഈ വൈദികരെ അറസ്റ്റ് ചെയ്യുന്നത്. മലയാളികളായിട്ടുള്ള 2 പേരെയും ഒപ്പം തന്നെ മറ്റ് 4 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ മൊത്തം 6 പേരെ, ഈ ചിത്രയും കാണുന്ന 6 പേരെയാണ്. അതിൽ 3 വൈദികരും അവരുടെ ഭാര്യമാരെയുമാണ് ഇന്നലെ ബെനഡോ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ എന്ത് കാരണത്താലാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ക്രിസ്മസിന്റെ ഭാഗമായി നടത്തിയ പ്രാർത്ഥന ഹാളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിർബന്ധിത മതപരിവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള ആരോപിച്ചാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ചില ആക്ഷേപങ്ങളും വിമർശനങ്ങളുമാണ് സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. CSI മിഷൻ ഇവരെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അടുത്തിടെ വലിയ രീതിയിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ, ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കെതിരെ വ്യാപകമായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അമരവിള സ്വദേശിയാണ് ഈ അറസ്റ്റിലായിട്ടുള്ള ഈ വൈദികൻ. അദ്ദേഹത്തിന്റെ ഭാര്യയും അറസ്റ്റിലായിട്ടുണ്ട്. മറ്റ് 4 പേർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്ത് കാരണത്താലാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വിശദീകരണങ്ങൾ നൽകിയിട്ടില്ല. ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് ബെനഡോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവരെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർ നടപടികൾ ഏകോപിപ്പിച്ചു വരികയാണ് എന്നാണ് അറിയുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് അല്പസമയത്തിനകം തന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്, എന്ത് കുറ്റമാണ് ആരോപിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വിശദീകരണം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും CSI സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ അഭിഭാഷകർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടത്തുകയാണ്. തുടർ നീക്കങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളിലും അല്പസമയത്തിനകം തന്നെ വ്യക്തത വരും. അനുസരിച്ച് ശരി, MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. KSRTC ബസ്സിൽ നിന്ന് യുവതിയെ വഴിയിൽ ഇറക്കിവിട്ട സംഭവത്തിൽ താൻ നിരപരാധിയെന്ന് നടപടി നേരിട്ട കണ്ടക്ടർ. സംഭവ ദിവസം നെയ്യാറ്റിൻകര വെള്ളറട റൂട്ടിലല്ല താൻ ജോലി ചെയ്തതെന്നാണ് കണ്ടക്ടർ അനിൽകുമാർ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഗൂഗിൾ പേ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് യുവതിയെ രാത്രിയിൽ പെരുവഴിയിൽ ഇറക്കിവിട്ടത്. കഴിഞ്ഞ 26-ാം തീയതിയായിരുന്നു വെള്ളറട സ്വദേശിയും കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരുമായ ദിവ്യയെ ഗൂഗിൾ പേ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് രാത്രി ബസ്സിൽ നിന്നും ഇറക്കിവിട്ടത്. സംഭവം വിവാദമായതോടെ താൽക്കാലിക കണ്ടക്ടറായ അനിൽകുമാറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. എന്നാൽ ഇപ്പോൾ സംഭവം നടന്ന ബസ്സിലെ കണ്ടക്ടർ താനായിരുന്നില്ല എന്നാണ് അനിൽകുമാർ പറയുന്നത്. നെയ്യാറ്റിൻകര വെള്ളറട ബസ്സിലാണ് യാത്രക്കാരിയെ ഇറക്കിവിട്ട പരാതി ഉയർന്നത്. അന്നേ ദിവസം താൻ പാറശാല വെള്ളറട സർവീസിലാണ് ഡ്യൂട്ടി ചെയ്തിരുന്നത് എന്നാണ് അനിൽകുമാർ അവകാശപ്പെടുന്നത്. നമ്മളെ വണ്ടി കൂനമ്പനെ നമ്മളെ വണ്ടി പോവില്ല. അപ്പൊ ഇവര് കൂനമ്പനെ എന്നുള്ള സ്ഥലം വണ്ടി പോവില്ല. അങ്ങനെ ഒരു പേരും പറഞ്ഞാണ് ഈ വിഷയം എടുത്തിട്ടത്. നമ്മള് 8:30 കളിയിക്കളയെന്നാണ് വെള്ളറടയിലോട്ട് വന്നത്. ഈ കൊച്ചു പറയുന്നത് കൂനമ്പനെന്നൊക്കെ അറിയുന്നതാണ്. അപ്പൊ കൂനമ്പന നമ്മളെ ബസ് പോവില്ല. കൂടാതെ ദിവ്യ ബസ് കയറിയെന്ന് പറയുന്ന കൂനമ്പാനിയിലേക്ക് പാറശാലയിൽ നിന്നും പുറപ്പെടുന്ന വണ്ടി പോകില്ല എന്നും അനിൽകുമാർ ഉറപ്പിച്ചു പറയുന്നു. ഈ വിവാദങ്ങൾ ശരിയാണെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്താതെയാണ് KSRTCയുടെ നടപടി എന്ന് വിലയിരുത്തേണ്ടി വരും. പരാതി പ്രകാരം രാത്രി 8:30 ജോലി കഴിഞ്ഞ് ദിവ്യ കൂനമ്പാനയിൽ നിന്നും ബസ് കയറി. ഗൂഗിൾ പേ പ്രവർത്തിക്കാത്തത് കാരണം 18 രൂപ ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് കണ്ടക്ടർ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കി വിടുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഭർത്താവ് എത്തുന്ന സമയം വരെ 2.5 കിലോമീറ്ററോളം ഇരുട്ടിൽ നടക്കേണ്ടി വന്നു എന്നും ദിവ്യ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 7 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച 10:30 ദേശീയവരവ് കഴിഞ്ഞ് തളയ്ക്കാൻ കൊണ്ടുപോകുന്നതിനിടെയാണ് ആന ആൾക്കൂട്ടത്തിനിടയിലേക്ക് കയറിയത്. പരിഭ്രാന്തരായ ജനക്കൂട്ടം ചിതറിയോടുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ആനയെ തളച്ചതിനാൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടായില്ല. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിലാണ്. ന്യൂസ് 18 മലയാളി ഓഫ് ദി ഇയർ 2025 പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. ശശി തരൂർ MP ആണ് മലയാളി ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. വൈകിട്ട് 4-ന് തിരുവനന്തപുരം തൈക്കാട് ലെമൺ ട്രീ പ്രീമിയറിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മലയാളി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയവരെയാണ് ന്യൂസ് 18 മലയാളി ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നത്.
ലോകവേദികളിൽ ഇന്ത്യയുടെ ശബ്ദമായ ഡോക്ടർ ശശി തരൂർ MP-യാണ് ഇക്കുറി മലയാളി ഓഫ് ദി ഇയർ. തുടർച്ചയായി 4 വട്ടം തിരുവനന്തപുരം MP-ആയി നടത്തിയ തലസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിദേശ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള രാജ്യാന്തര ദൗത്യ സംഘത്തിന്റെ അംഗമായി രാജ്യത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിച്ച് നടത്തിയ ശ്രമങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം. മലയാളികളുടെ പ്രിയനടി മമത മോഹൻദാസിനെ ഇൻസ്പയറിംഗ് വുമൺ പുരസ്കാരത്തിനും തെരഞ്ഞെടുത്തു. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ട മനക്കരുത്തിനും 2 പതിറ്റാണ്ട് പിന്നിട്ട തെന്നിന്ത്യയിലെ സിനിമാ ജീവിതത്തിനുമാണ് പുരസ്കാരം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതാശ്വാസം കാര്യക്ഷമമായ രീതിയിൽ നടത്തുകയും പുനരധിവാസം ലോകോത്തര നിലവാരത്തിൽ നടപ്പാക്കുകയും ചെയ്ത ക്രൈസിസ് മാനേജ്മെന്റ് മികവിന് റവന്യൂ മന്ത്രി കെ രാജനെയും പുരസ്കാരം നൽകി ആദരിക്കും. പ്രസാധകരുടെ പിന്തുണയില്ലാതെ വിപ്ലവം സൃഷ്ടിക്കുകയും സിനിമാറ്റിക് വായനാനുഭവങ്ങളിലൂടെ വായനക്കാർക്ക് നവ്യാനുഭവം സമ്മാനിക്കുകയും ചെയ്ത റാം കെയർ ഓഫ് ആനന്ദിയുടെ എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജനാണ് സാഹിത്യരംഗത്തെ പുരസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഫസ്റ്റ് റണ്ണറപ്പ് അനീഷ് ടി-യെ പോപ്പുലർ മലയാളിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. അടുക്കളയിൽ ഒതുങ്ങുമായിരുന്ന അമ്മയെ ലോകത്തിന്റെ കാഴ്ചകളിലേക്ക് കൈപിടിച്ചു നടത്തിയതിലൂടെ മലയാളികൾക്ക് പ്രിയപ്പെട്ടവരായ ശരത് കൃഷ്ണനും ഗീതയ്ക്കും സോഷ്യൽ ഇൻഫ്ലുവൻസർമാർക്കുള്ള പുരസ്കാരവും സമ്മാനിക്കും. ഗൾഫിലെയും കേരളത്തിലെയും പ്രമുഖ ബ്രാൻഡുകളായ സദേൺ ഫ്രൈഡ് ചിക്കന്റെയും മുരളിയയുടെയും സ്ഥാപകനും സാമൂഹിക പ്രവർത്തന രംഗത്ത് 3 പതിറ്റാണ്ടായി ജീവിതം സമർപ്പിച്ചിരിക്കുകയും ചെയ്യുന്ന കെ മുരളീധരൻ മാതൃകാ മലയാളിയായും ആദരിക്കപ്പെടും. ബിസിനസ് രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച പിട്ടാപ്പിള്ളിൽ ഏജൻസി സ്ഥാപകൻ പോൾ പിട്ടാപ്പിള്ളിലിനെ ബിസിനസ് ലെജൻഡ്, പൊൻകതിർ ഫുഡ് മാനേജിംഗ് ഡയറക്ടർ ബിജോയ് PR-നെ എമർജിംഗ് ബിസിനസ്മാൻ, അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് VA-യെ യുവസംരംഭകനായും പുരസ്കാരങ്ങൾക്ക് തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. അട്ടപ്പാടി കാരറ ഗവൺമെന്റ് സ്കൂളിൽ ഡിജിറ്റൽ ക്ലാസ് മുറിയൊരുങ്ങി. പുറം ലോകം അധികം കാണാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത 80% ഗോത്രവർഗ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സ്കൂളിൽ കുട്ടികൾക്ക് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുമായി സംവാദവേദി ഒരുക്കുന്നതിനായാണിത്. അട്ടപ്പാടിയുടെ സ്വന്തം സിനിമാ നടൻ കൂടിയായ ശ്രീ പഴനി സ്വാമിയാണ് ഡിജിറ്റൽ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഏരീസ് ഗ്രൂപ്പാണ് കാരറ സ്കൂളിന് നൂതന സംവിധാനം ഒരുക്കി നൽകിയത്. ഏരീസ് ഗ്രൂപ്പിന്റെ അടുത്ത വർഷത്തെ CSR പദ്ധതിയിൽ കാരറ ഗവൺമെന്റ് UP സ്കൂളിനെ കൂടി ഉൾപ്പെടുത്തിയതായി ഗ്രൂപ്പ് ചെയർമാൻ സോഹൻ റോയ് അറിയിച്ചു. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഫോർട്ട് കൊച്ചി. വെളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലുമായി 2 പാപ്പാഞ്ഞിമാരെയാണ് ഒരുക്കിയിരിക്കുന്നത്. പുതുവത്സരാഘോഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് എറണാകുളം ജില്ല. ഡാനി പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, പുതുവർഷത്തിന്റെ ഒരുക്കത്തിലേക്കൊക്കെ കൊച്ചി കടന്നു കഴിഞ്ഞു. എല്ലാം സജ്ജമായോ? എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ഒരു 2-3 ദിവസമായി, അതായത് ക്രിസ്തുമസിന് പിറ്റേന്നോട്ട് ഫോർട്ട് കൊച്ചി എല്ലാം തന്നെ അതിന്റെ ഒരു പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ ഒരു വൈബിലാണ്, ആഘോഷങ്ങളുടെ ഒരു വൈബിലേക്കെല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്നതാണ്. ആ ഫോർട്ട് കൊച്ചിയിൽ എല്ലാ വർഷവും തന്നെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു പുതുവത്സര ആഘോഷങ്ങൾ പങ്കെടുക്കാനായിട്ട് വിദേശീയരും തദ്ദേശീയരുമായ നിരവധി ആളുകൾ എത്തുന്നത് ഫോർട്ട് കൊച്ചിക്കാണ്. കാരണം അതിനൊരു ചരിത്ര പശ്ചാത്തലവും എല്ലാം തന്നെ ആ രീതിയിലുള്ളതാണ്. ആഘോഷങ്ങൾക്ക് എന്നും പെരുമ ഫോർട്ട് കൊച്ചിയിലുള്ളതാണ്. പ്രത്യേകിച്ച് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലാണ്. ഇത്തവണ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 പപ്പാഞ്ഞിമാർ കത്തിയെരിയുന്നു. പുതുവത്സരത്തെ വരവേറ്റുകൊണ്ട് പപ്പാഞ്ഞിമാർ എരിയുന്നു. ഒന്ന്, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിൽ കാണുന്ന ഒരു കുറ്റൻ പപ്പാഞ്ഞി ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു മഴമരം സ്വച്ഛമാണ്. ഇതിനകം തന്നെ റീൽസിലും എല്ലാം തന്നെ വന്ന് നിറയുന്ന ഏതാണ്ട് 1 ലക്ഷത്തിലധികം സീരിയസ് സെറ്റ് ലൈറ്റുകളെല്ലാം തന്നെ നിറയുന്ന മഴമരം അത് ഇതിന്റെ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. രാത്രിയാണ് അതിന്റെ ഒരു ശോഭ കൂടുതൽ കാണാനുള്ളത്. മറ്റൊന്ന്, ഈ പരിസരവും എല്ലാം തന്നെ ഒരു കാർണിവൽ മേഖലയിലേക്ക് മാറുന്ന ഈ പപ്പാഞ്ഞി രാത്രി 12 മണിക്ക് പുതുവത്സരത്തിനെതിരേറ്റുകൊണ്ട് കത്തി അമരുന്നു. ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന സംഘടനയാണ് ഇവിടുത്തെ ഈ ആഘോഷ പരിപാടികൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. ഒപ്പം പരേഡ് ഗ്രൗണ്ടിൽ സാധാരണഗതിയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കം നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പുതുവത്സര ആഘോഷം എന്ന രീതിയിലെല്ലാം പറയുന്നത് പരേഡ് ഗ്രൗണ്ടിലാണ്. പോയ വർഷം അത് ഉണ്ടായിരുന്നില്ല. ഈ വർഷം അങ്ങനെ ഇപ്പോൾ പരേഡ് ഗ്രൗണ്ടിലും നടക്കുന്നു. പരേഡ് ഗ്രൗണ്ടിലും ഫോർട്ട് കൊച്ചിയിലുമായിട്ട് ഈ ആഘോഷങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നു. അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ
വലിയ രീതിയിലുള്ള ആഘോഷങ്ങളുടെ ഇടമായി മാറുമ്പോൾ ഉറപ്പായും തന്നെയും സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം ഒരുക്കേണ്ടതുണ്ട്. ഇവിടെ മാത്രം ഏതാണ്ട് 1500-ലധികം പോലീസുകാരെയാണ് ഈ മേഖലയിൽ മാത്രമായി വിന്യസിച്ചിട്ടുള്ളത്. ഇവിടേക്കുള്ള റോഡുകളും എല്ലാം തന്നെ ഉച്ചയോടുകൂടി തന്നെ അടയ്ക്കും. കാരണം ഇനി പിന്നീട് ഇവിടുന്ന് പുറത്തു പോവുക എന്നത് മാത്രമായിരിക്കും അനുമതി ഉണ്ടാവുക. ഇവിടുന്ന് അകത്തേക്ക് വരുന്നവർ വളരെ പെട്ടെന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടേക്ക് എത്തുക. കൂടുതലും സ്വകാര്യ വാഹനങ്ങളുള്ളവർ അത് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, അവിടേക്ക് എത്തുക. നമുക്കൊപ്പം ഗാലാഡി കൊച്ചിയുടെ ഫോർട്ട് കൊച്ചിയുടെ സംഘാടകർ കൂടി ചേരുന്നു. ശ്രീ ബെന്നി, മുൻ കൌൺസിലറാണ്. ചേട്ടാ, എന്തൊക്കെയാണ് ഇത്തവണ കൂടുതലായിട്ട് നമുക്ക് ഇതിൽ പറയാനുള്ളത്? വലിയ പപ്പാഞ്ഞി, കൂറ്റൻ പപ്പാഞ്ഞിയാണ്. അതെ അതെ, ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പപ്പാഞ്ഞി. നമുക്ക് എവിടെ വേണമെങ്കിലും പരിശോധിക്കാം. ഞങ്ങൾ വിവിധ ഗോവ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റിൽ എൻക്വയറി നടത്തിയതാണ്. അപ്പോ 55 അടിയുണ്ട് ഈ പപ്പാഞ്ഞിയുടെ ഉയരം. പോലീസ് വിമലാദിത്യ സാർ, സിറ്റി പോലീസ് കമ്മീഷണറും ഡെപ്യൂട്ടി മേയർ അശ്വതി മേഡവും ഗവൺമെന്റ് ഓഫീഷ്യൽസും ഇവിടുത്തെ റവന്യൂവും കോർപ്പറേഷനും എല്ലാവരും ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രൗണ്ട് 7.5 ഏക്കർ സ്ഥലമാണ്. 7.5 ഏക്കർ സ്ഥലത്ത് ഏകദേശം ഒരു 60 മുതൽ 68 ക്യാമറകൾ സജ്ജമാണ്. അത് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ കണക്റ്റഡ് ആണ്. ഇവിടുത്തെ നമ്മുടെ ഓഫീസ് പോലീസ് കൺട്രോൾ റൂമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞ് അവിടെയും അത് കണക്റ്റഡ് ആണ്. മറ്റൊന്ന്, 3ഓളം ആംബുലൻസുകൾ ഗ്രൗണ്ടിന്റെ അകത്തുണ്ടാവും. ഗ്രൗണ്ടിൽ തന്നെ 3ഓളം ആംബുലൻസുകൾ ഉണ്ടാവും. ഫസ്റ്റ് എയ്ഡ് ഒരു 4ഓളം ഫസ്റ്റ് എയ്ഡ് പോസ്റ്റുകൾ ഉണ്ടാവും. പോലീസിന് വാച്ച് ടവറായിട്ട് 2 വാച്ച് ടവർ കൊടുത്തിട്ടുണ്ട്. അനൗൺസ്മെന്റ് വാഹനങ്ങൾ 2 ഓട്ടോറിക്ഷയിൽ നമുക്ക് ഇവിടെ ഉണ്ടാവും. ഫയർ എഞ്ചിൻ ഉണ്ടാവും. ഇലക്ട്രിസിറ്റിന്റെ പെർമിഷൻ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ശേഷിക്കൊത്ത് ഇതെല്ലാവരും കൂടി ഇപ്പൊ നോക്കൂ, ഫോറിനേഴ്സ് വന്നാൽ അവർക്ക് പ്രത്യേകം ഡാൻസ് ചെയ്യാനുള്ള പൗലിയൻ നമ്മൾ ഒരുക്കി, അവർക്ക് മാത്രമായിട്ട് ഒരുക്കി. നോക്കൂ, ഇതെല്ലാം ലോകത്തേക്ക് വിളിച്ചു പറയുന്ന മാധ്യമങ്ങൾക്കൊരു പൗലിയൻ വെച്ചിട്ടുണ്ട്. നോക്കൂ, അപ്പൊ എല്ലാവരും കൂടി ഒരു ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ ഒരു മൂവ്മെന്റ്, ഗവൺമെന്റിന്റെയും കോർപ്പറേഷന്റെയും എല്ലാം അങ്ങേയറ്റത്തെ സഹായ സഹകരണങ്ങൾ. നമ്മളിപ്പോ ഈ സ്ട്രക്ചർ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ പ്രസിഡന്റ് അത് പറയണായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇവന്റ് മാനേജ്മെന്റും അല്ല, ഞങ്ങൾ കൂട്ടായി ഒരു അരുൺ എന്ന് പറഞ്ഞ അദ്ദേഹം പണിത ഒരു കൂട്ടായ്മയുടെ ആഘോഷമായിട്ട് ഇത് കൊണ്ടു നടക്കുന്നു. ഈ പുതുവത്സരാഘോഷങ്ങളും അത് തന്നെയാണ്. വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ് ഫോർട്ട് കൊച്ചി. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി പരിപൂർണ്ണ സജ്ജമാകുന്നു. പൂർണ്ണ ആഘോഷത്തിലേക്കും എല്ലാം തന്നെ ആ ഫോർട്ട് കൊച്ചി കടക്കുന്നു. ശരി, ഡാനിപ്പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ആധുനിക രാഷ്ട്ര നിർമ്മിതിയിൽ ശിവഗിരി തീർത്ഥാടനത്തിന്റെ പങ്കെന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും സമ്മേളനം നടക്കുക.